ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ നേരത്തെ ഫോൺ നോക്കുമ്പോഴായിരുന്നു ഒരു അടിപൊളി വാർത്ത കേട്ടത്. ആ ഒരു ന്യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ സിറ്റിയിൽ ഒരു ട്രെയിന് പോകുന്നുണ്ട്. ആ ട്രെയിനിൽ എന്താണ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി 6GB ഡ്രോൺ ബൈക്കാണ്. നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും അറിയാലോ, ആ ഒരു ഡ്രോൺ ബൈക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും റയറസ്റ്റ് ബൈക്കാണ്. അത് 6GB ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ദ റയറസ്റ്റ് തിങ് ഇൻ ദ വേൾഡ്. സോ നമുക്ക് എന്തായാലും അത് സ്റ്റീൽ ചെയ്യണം. സോ എന്തായാലും നമുക്ക് ആ ട്രെയിൻ ഹൈജാക്ക് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എങ്കിൽ സമയം 2 മണിയായിട്ടുണ്ട്. സോ ഒരു 5 മണിയാകുമ്പോഴാണ് ആ ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ കുറച്ച് ദൂരം എത്തുമ്പോൾ നമുക്ക് സ്റ്റിക്കി ബോംബെല്ലാം വെച്ച് നൈസായിട്ട് ആ ഒരു ട്രെയിൻ ഹൈജാക്ക് ചെയ്യാം. പക്ഷേ എങ്കിൽ സമയമായില്ല, നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അങ്ങനെ 4:30 ആയിട്ടുണ്ട്. ഞാൻ എടുക്കാൻ പോകുന്ന വണ്ടി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിഞ്ച H2R ആണ്. നല്ല രീതിയിൽ തന്നെ സ്പീഡുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു ബൈക്ക് എടുക്കുന്നത്. എന്തായാലും കുറച്ച് ലേറ്റായോ ചെറിയ സംശയമുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ എത്താൻ വേണ്ടി നോക്കാം. സോ എല്ലാ ആൾക്കാരും നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടെന്ന് വിചാരിക്കുന്നു. സോ അതിൽ നമ്മളൊരു എയർ ഓമൻ മീൻസ് നമുക്ക് എയറിൽ തന്നെ സ്വിം ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നു. സോ ഈ ഒരു വീഡിയോയിൽ എല്ലാ ആൾക്കാരും അത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എത്താനായിട്ടുണ്ട്. അതാണ് നമ്മുടെ ട്രെയിന്. സോ അതിൻ്റെ ഉള്ളിലാണ് ഡ്രോൺ ബൈക്ക് ഉള്ളത്. സോ ഒരു സമയമായിട്ടില്ല, നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് എന്തായാലും ഇവിടെ സ്റ്റിക്കി ബോംബ് വെച്ചിട്ട് കാര്യമില്ല, കാരണം എല്ലാ ആൾക്കാരും അത് നോക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ദൂരത്ത് പോയിട്ട് വേണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. മെയിനായിട്ട് നമ്മൾ സ്റ്റിക്കി ബോംബാണ് ഇടാൻ വേണ്ടി പോകുന്നത്. ഇത്രയൊന്നും പോരാ, നല്ല രീതിയിൽ തന്നെ ദൂരം വേണോ, അല്ലെങ്കിൽ ആൾക്കാർ എന്തായാലും നമ്മളെ കാണും. നമ്മുടെ ബൈക്കെങ്കിലും ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ കാണുന്ന ആ റെയിലിലാണ് ഞാൻ സ്റ്റിക്കി ബോംബ് ഇടാൻ വേണ്ടി പോകുന്നത്. സോ നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ സ്റ്റിക്കി ബോംബ് ഇടണം, അല്ലെങ്കിൽ ട്രെയിനൊന്നും ആകാൻ വേണ്ടി പോകുന്നില്ല. ഇപ്പോഴാണെങ്കിൽ സമയം 4:45 ആയിട്ടുണ്ട്. സോ 5 മണിക്കാണ് ആ ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിലാണ് നമ്മൾ ഫുള്ള് സ്റ്റിക്കി ബോംബ് വെക്കാൻ വേണ്ടി പോകുന്നത്. വാര്യം കയറിയോ, അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്തായാലും സ്റ്റോപ്പ് ആവൂലേ, ഇത് നമുക്ക് വിശ്വസിക്കാം, വേറൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഒരു 50-50 ചാൻസ് ആണ്. ഗൈസ്, അങ്ങനെ വേണ്ട ക്വാണ്ടിറ്റിയിൽ സ്റ്റിക്കി ബോംബെല്ലാം ഇട്ടിട്ടുണ്ട്. സോ ഇത്രയൊന്നും പോരാ, നമുക്ക് ഇനിയും വാഹനങ്ങൾ ആ റെയിലിൽ പാർക്ക് ചെയ്യണം. സോ അതും കൂടി ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. മീൻസ് ട്രെയിൻ അവിടെ എന്തായാലും സ്റ്റോപ്പ് ചെയ്യും, അത് ഉറപ്പാണ്. സോ നമുക്ക് നമ്മുടെ ആ ഒരു കാർ സ്പോൺ ചെയ്യാം. ഇത് നമ്മുടെ കാറിലല്ല, ഓക്കെ. അതുപോലെ കാണാനിരിക്കുന്നുണ്ടെങ്കിലും ഇത് വേറെ ഉള്ള കാറാണ്. അങ്ങനെ നമ്മൾ 2 കാറായിട്ട് സ്പോൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫോർച്യൂണറാണ് ഇവിടെ സ്പോൺ ചെയ്തിട്ടുള്ളത്. ഗൈസ്, അങ്ങനെയെല്ലാം സെറ്റാണ്. ട്രെയിൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ തന്നെ നമ്മുടെ ഇതൊക്കെ ബ്ലാസ്റ്റ് ചെയ്ത് എന്തായാലും ട്രെയിനെ സ്റ്റോപ്പ് ചെയ്യാം. എന്നാലും നമ്മൾ എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കുക. അല്ലെങ്കിൽ ട്രെയിൻ നല്ല രീതിയിൽ തന്നെ സ്പീഡിലുള്ള ട്രെയിനാണ് ഇവിടുത്തെ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പോകുന്നതായിരിക്കും. ഇത് വരുന്നുണ്ടോ, കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. ആ ഗൈസ്, വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് അലേർട്ടായിട്ട് തന്നെ നിൽക്കണം. കുറച്ച് നേരം കൂടെ, ഒരു 10 സെക്കൻഡിനുള്ളിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഫോണെല്ലാം കയ്യിൽ പിടിക്കട്ടെ. ഇതിലധികം സ്പീഡൊന്നുമില്ല. നമ്മൾ സ്റ്റിക്കി ബോംബ് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. ഗൈസ്, ആക്ടിവേറ്റ്. ട്രെയിൻ സ്റ്റോപ്പായിട്ടുണ്ട്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്രോൺ ബൈക്ക് നൈസായിട്ട് അവിടെ നിന്ന് ലൂട്ട് ചെയ്യാം. സോ നമ്മൾ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഗൈസ്, അങ്ങനെ അവസാനം നമ്മൾ ഈ ലോകത്തിലിട്ട് റയറസ്റ്റ് ബൈക്കായ ഒരു 6GB ഡ്രോൺ ബൈക്ക് ലൂട്ട് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും അവർ പോലീസിന് ഇതെന്തായാലും ഈ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നതായിരിക്കും. അതിനേക്കാൾ സ്പീഡിൽ നമുക്ക് നമ്മുടെ വീട്ടിലോട്ടേക്ക് എത്താം. സോ തൽക്കാലം ഇല്ലേ, നമ്മളെ ആ ഒരു പുതിയ വീട്ടിൽ നമുക്ക് താമസിക്കേണ്ട ആവശ്യമില്ല. നൈസായിട്ട് നമ്മളെ പഴയ വീട്ടിൽ തന്നെ പോകാം. കാരണം ആ ഒരു പുതിയ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ വരുന്നത്. സോ എന്തായാലും പോലീസിന് ന്യൂസ് കിട്ടും, നമ്മൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. സോ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ പഴയ വീട്ടിലോട്ടേക്ക് പോകാം. അതാണ് പോലീസ് സ്റ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
എന്തായാലും ആ ഒരു ന്യൂസ് ഇവിടെ എത്തിയിട്ടുണ്ടാവില്ല. അതിനേക്കാൾ സ്പീഡിൽ നമുക്ക് തൽക്കാലം നമ്മുടെ പഴയ വീട്ടിൽ പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഐഡിയ. നമ്മളങ്ങനെ അവർ പഴയ വീട്ടിലെത്തിയിട്ടുണ്ട്. സോ പെട്ടെന്ന് തന്നെ അകത്ത് പാർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം പുറത്ത് പാർക്ക് ചെയ്ത് അവർക്ക് എന്തായാലും കാണാൻ പറ്റും. സോ എന്തായാലും നമ്മുടെ ബൈക്കില്ലേ അത് ഉള്ളിൽ കയറ്റാം. ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ബൈക്കാണ്. ഈ ലോകത്തിലെ ഏറ്റവും റയറസ്റ്റും പിന്നെ ഏറ്റവും പൈസയുള്ള ഒരു ബൈക്കാണിത്. പക്ഷേ ഇതെങ്ങനെ നമ്മൾ ഫ്രീ ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇതെന്തായാലും നമുക്കില്ലേ ഒരു സീക്രട്ട് സ്ഥലത്ത് തന്നെ ഇത് ഒളിപ്പിക്കാം. കാരണം പോലീസ് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാനും കാണാൻ പാടില്ല. സോ നൈസായിട്ടില്ല നമുക്ക് ഇവിടെ ഒളിപ്പിക്കാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ആരും ഇവിടെ എത്തി നോക്കാനും പോകുന്നില്ല. സോ ഇവിടെ നമുക്ക് നൈസായിട്ട് ഇറങ്ങാം. സോ എന്തായാലും അവർക്കിപ്പം അവർ ന്യൂസ് കിട്ടിയിട്ടുണ്ടാവും നമ്മൾ ഹൈജാക്ക് ചെയ്തേ. ഈ ഒരു ദിവസം മീൻസ് ഈ ഒരാഴ്ച നമുക്ക് നമ്മുടെ പഴയ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഐഡിയ. ഗൈസ് അങ്ങനെ രാത്രി ആയിട്ടുണ്ട്, പണിയും പാളിയിട്ടുണ്ട്. മീൻസ് എല്ലാ ആൾക്കാരും അവർ ന്യൂസ് കേട്ടിട്ടുമുണ്ട്. സോ എന്തായാലും ഡ്രോൺ ബൈക്ക് പോയാൽ അവർ വെറുതെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്തായാലും അവർ പിടിക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കും. സോ തൽക്കാലം നമ്മുടെ പഴയ വീട്ടിൽ നമുക്ക് സ്റ്റേ ചെയ്യാം. അവർക്ക് യാതൊരു സംശയം തോന്നിപ്പിക്കാൻ വേണ്ടി പാടില്ല. സോ നമുക്ക് പുതിയ സ്ഥലത്തോട്ടേക്ക് മാറണമെന്നും എനിക്ക് ചെറിയ സംശയമുണ്ട്. സോ അതെല്ലാം നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. എന്തെങ്കിലും മിറ്റ്സ് ഗ്ലിച്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും മറക്കാതെ കമൻറ്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോ കാണുന്നതിൻ്റെ പ്രതീക്ഷയോടെ ഗുഡ് ബൈ ഫ്രണ്ട്സ്. ബൈ ബൈ.